പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റുവാങ്ങിയ തല്ലിന്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ജീവനഷ്ടത്തിന് ഇന്നിതാ ഒരു പരിഹാരമായിരിക്കുന്നു. താൽക്കാലികമായി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. CJP മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് രക്ഷിതാക്കളുടെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മോഹങ്ങളുടെ മേൽ കരിനിഴൽ പരത്തിയ ഒരു മന്ത്രി ഇതാ രാജിവെച്ചിരിക്കുന്നു. ആ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട് ഇപ്പോൾ നിൽക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിലാണ്. കഴിഞ്ഞ 35 ദിവസമായി പാർട്ടികൾ പ്രത്യക്ഷ സമരം തുടങ്ങി. ജന്തർ മന്ദിറിൽ സമരം തുടങ്ങിയതിനു ശേഷം രാജിവെക്കില്ല എന്ന നിലപാടെടുത്ത ധർമ്മേന്ദ്ര പ്രധാന് ഇതാ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ആദിൽ പാലോട്, ആ വീട്ടിൽ കീഴടങ്ങിയ ധർമ്മേന്ദ്ര പ്രധാനുണ്ടോ? ഉറപ്പായുമുണ്ട് അരുൺകുമാർ. ദില്ലി കുശാക്ക് റോഡിലെ 6 നമ്പർ വസതിയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഉള്ളത്. വസതിക്ക് തൊട്ട് മുന്നിൽ തന്നെ പോലീസ് ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. കൂടുതൽ ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. ഒരുപക്ഷെ സമരക്കാർ ഇങ്ങോട്ട് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് അല്പം സൂം ചെയ്താൽ കൃത്യമായ ആ വസതിയുടെ മുൻഭാഗത്തെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. കുശാക്ക് റോഡിലെ 6 നമ്പർ വസതിയിലാണ് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ താമസിക്കുന്നത്. ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോഴും ഈ വസതിയിൽ ഉണ്ട് എന്നാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്കിറങ്ങും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോഴും സുരക്ഷ കർശനമാക്കിയിരിക്കുന്നു. ഈ വസതി ധർമ്മേന്ദ്ര പ്രധാന് ഒഴിയേണ്ടി വരും എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ആത്യന്തിക ഫലം എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അരുൺകുമാർ, ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ചെറിയ മീനല്ല എന്നതായിരുന്നു പല കുറി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ചിടത്തോളം ABPയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് ബജ്രംഗ് ദളിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ച് RSSന്റെയും BJPയുടെയും കണ്ണിലുണ്ണിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നായിരുന്നു ആവർത്തിച്ചു മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിശദീകരിച്ചു കൊണ്ടിരുന്നത്.